ലിംഗരാജക്ഷേത്രം ഭുവനേശ്വരിലെ ഏറ്റവും പഴക്കം ചെന്നത് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണ് ലിംഗരാജക്ഷേത്രം. 11-ാം നൂറ്റാണ്ടിൽ അവിടെ രാജാവായിരുന്ന ജജാതി കേസരി അദ്ദേഹമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 55 മീറ്റർ ആണത്രേ ഈ സ്വയംഭൂലിംഗം, ശിവലിംഗമാണ് സ്വയംഭൂലിംഗത്തിൻ്റെ ഉയരം. അതുപോലെ തന്നെ 8 അടിയോളം വ്യാസം ഈ ലിംഗത്തിന് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമായ ബിന്ദുസാഗർ തടാകം, ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഈ തടാകം കാണപ്പെടുന്നത്. ഈ തടാകത്തിൻ്റെ ഉത്ഭവം ഈ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ നിന്നാണ് എന്നും ഒരു വിശ്വാസമുണ്ട്. ഈ ക്ഷേത്രത്തിന് 55 മീറ്ററോളാണ് ഉയരം. കല്ലുകൾ പ്രത്യേക രീതിയിൽ വെട്ടിയെടുത്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഉയരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ വളരെ അകലെ നിന്ന് പോലും ഈ ക്ഷേത്രത്തെ കാണാൻ, ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം ദൃശ്യമാകാൻ സാധ്യമാണ്. ഒരു ക്ഷേത്ര സമുച്ചയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 150ഓളം ഉപദേവന്മാർ ഈ ക്ഷേത്രത്തിന് ചുറ്റുഭാഗമായിട്ടുണ്ട്. 4ആയി തിരിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ക്ഷേത്രം, അതുപോലെ യജ്ഞശാല, ഭോഗമണ്ഡപം, നടനമന്ദിരം, അങ്ങനെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഈ ഉപദേവ ക്ഷേത്രങ്ങളിൽ ചിലതിലൊക്കെ പൂജയുണ്ടെങ്കിൽ പോലും ചിലതൊക്കെ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ നാശമായി പൂർണ്ണമായി നശിച്ച രീതിയിലും വെറുതെ അടച്ചിട്ട രീതിയിലും ഒക്കെ കിടക്കുന്നതാണ്. ഈ പ്രധാന ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്താണ് ഗർഭഗൃഹം നമുക്ക് ദൃശ്യമാകുന്നത്. ശിവനും വിഷ്ണുവും, സ്വയംഭുവായ ശിവലിംഗവും, സാളഗ്രാമ ശിവലയിൽ നിർമ്മിച്ച വിഷ്ണു വിഗ്രഹവും അങ്ങനെയാണ് അവിടെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹരിഹര സങ്കല്പമാണ് അവിടെ. പാല്, ജലം, അതുപോലെ തന്നെ ബാങ്ക്, ഈ 3 സാധനങ്ങൾ കൊണ്ടും നിത്യവും അവിടെ ധാരയുണ്ട്. ഈ ശിവലിംഗത്തിൽ, സ്വയംഭൂലിംഗത്തിൽ നിത്യവും ധാരയുണ്ട്. പാല്, ജലം, കൂടാതെ ബാങ്ക്. ആ ഭാഗങ്ങളിലൊക്കെ സാധാരണഗതിയിലെ ക്ഷേത്രങ്ങളിൽ ആരാണോ അവിടുത്തെ ദേവത, ആ ദേവതയുടെ ആയുധം അതാണ് ക്ഷേത്രത്തിന് മുകൾ ഭാഗത്ത് സ്ഥാപിക്കുക. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇവിടെ ഈ ലിംഗരാജക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കാണുന്നത് ശ്രീരാമൻ്റെ അമ്പാണ്. ശ്രീരാമൻ്റെ അമ്പിനെയാണ് അവിടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ഷേത്രവാതിലിൻ്റെ പകുതി ഭാഗം തൃശൂലമാണ് വരച്ചിട്ടുള്ളത്, മറ്റു പകുതിയിൽ സുദർശനവും. ആ രീതിയിലാണ് അവിടുത്തെ ക്ഷേത്രവാതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആ നടനമന്ദിരം, നമുക്ക് നടനമന്ദിരം കാണുമ്പോൾ നമുക്കറിയാം പണ്ട് ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ദേവദാസികളുടെ നൃത്തം അരങ്ങേറിയിരുന്നത് അവിടെയാണെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടൊരു ഐതിഹ്യം പറയുന്നുണ്ട്. പരമശിവൻ ഒരിക്കൽ തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ പ്രദേശത്തൊരു തടാകം നിർമ്മിച്ചു അത്രേ. ആ തടാകത്തിൻ്റെ ഭംഗി കേട്ടറിഞ്ഞിട്ട് പാർവതീദേവി ഒരു ഗോപാലികയുടെ വേഷത്തിൽ ഇത് കാണാനിറങ്ങി, ഈ തടാകം കാണാനിറങ്ങി. അങ്ങനെ ആ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ ഒരു ശിവലിംഗം, സ്വയംഭുവായൊരു ശിവലിംഗം, ആ ശിവലിംഗത്തിന് മുകളിലേക്ക് തൻ്റെ മുലകൾ ചുരത്തുന്ന ഒരു പശു, ആ പാലഭിഷേകം കണ്ട് ദേവിയും അവിടെ ഇരുന്ന് ശിവനെ പൂജിച്ചു. ആ സമയത്ത് അതുവഴി വന്ന കുറച്ച് അസുരന്മാർ, കൃത്തിവാസസന്മാർ എന്നാണ് അവരെ പറയുന്നത്. ആ അസുരന്മാർ ദേവിയെ കാണുകയും പാർവതി ദേവിയെ കാണുകയും തങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ദേവിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപായം സ്വീകരിച്ചാൽ മാത്രമേ ഇവരെ നിഗ്രഹിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവി അവരോട് പറഞ്ഞു, നിങ്ങൾ 2 പേരുണ്ടല്ലോ, അപ്പം നിങ്ങളിൽ ആരാണ് ശക്തൻ എന്ന് തെളിയിച്ചാൽ ആ ആളെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. അതിനായിട്ട് എന്നെ തോളിലെടുത്ത് നടക്കുക,
എത്ര അധിക ദൂരം ആർക്ക് നടക്കാൻ സാധിക്കുന്നുവോ അവനെ ഞാൻ വിവാഹം കഴിക്കാം എന്നാണ് ദേവി പറഞ്ഞത്. ആ പറഞ്ഞ് ദേവി അവരുടെ തോളിൽ കയറിയിരുന്നു. പക്ഷെ ദേവിയുടെ ഭാരം താങ്ങാൻ സാധിക്കാതെ 2 അസുരന്മാരും അവിടെ മരിച്ചു വീണു. അങ്ങനെ ദേവിയെ നിഗ്രഹിച്ച പാർവതി ദേവിയും ഇവിടെ ആ ശിവലിംഗത്തിനടുത്തായിട്ട് ഭുവനേശ്വരി ദേവിയായിട്ട് ഉപവിഷ്ടിയായിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്ര സമുച്ചയത്തിലൂടെ കടന്നു പോയപ്പോൾ വളരെ എന്താ പറയുക, ശില്പഭംഗിയുടെ പല രൂപങ്ങളും പല ഭാവങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫി നിഷിദ്ധമായതുകൊണ്ട് തന്നെ അകത്ത് ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് സാധിച്ചില്ല. എന്നിരുന്നാലും ആ ചിത്രങ്ങളെ മനസ്സിൽ വരച്ചിട്ടുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. തുടർന്ന് ഒഡീഷയിലെ തന്നെ ഒരു പ്രധാന ആകർഷണമായ മുക്തേശ്വർ സിദ്ധേശ്വർ ടെമ്പിൾ സമുച്ചയത്തിലേക്കാണ് തുടർന്ന് ഞങ്ങൾ പോയത്. 10ാം നൂറ്റാണ്ടിലെ ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ശൈലീപരമായൊരു ശൈലി കൊണ്ടൊക്കെ നമ്മൾ കണ്ട ലിംഗരാജ ക്ഷേത്രത്തിനോടൊക്കെ സാമ്യമുള്ള ഈ ഒരു ക്ഷേത്രം, അതായത് കൊത്തുപണികൾ, അതിൻ്റെ വർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ലിംഗരാജ ക്ഷേത്രത്തിനോടൊക്കെ നല്ലൊരു സാമ്യം തോന്നുന്നുണ്ട്. അവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്യാനമാണ്. വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷിച്ചു വരുന്ന ഒരു ഉദ്യാനം, നല്ല പ്രകൃതി രമണീയമായൊരു ഉദ്യാനം നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ ചുമരിൽ ടൂറിസ്റ്റുകൾക്കായി അല്ലെങ്കിൽ സന്ദർശകർക്കുള്ള അറിവിനായിക്കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുക്തേശ്വര ടെമ്പിൾ ഈസ് one of the most beautiful temples of Bhubaneswar, showcasing an elegantly ornate facade which marks the transition between the earlier and mature temples of Odisha. Hence, it is famous as gem of Kalingan architecture. The exquisite Torana, the only of its kind in Odisha, is one of the notable features of this temple. As one steps in, one can find the architectural plan engraved on the temple floor. One out of the 6 shrines in the front of the order, Siddheshwara Temple, is situated on the northwest edge of the complex, consisting of both Vimana and pyramidal ലഗമോഹന. ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാനാവാതെ അല്ലെങ്കിൽ കൂടുതൽ അറിവുകളൊന്നും നേടാൻ സാധിക്കാതെ അതിനെക്കുറിച്ചുള്ള കുറേ ജിജ്ഞാസകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി.